ഹേയ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്നലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി വീട്ടിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനെ കൊണ്ട് നിൽക്കാനൊന്നും പറ്റൂലല്ലോ, അതുകൊണ്ട്. പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ പോവാണ്. രാവിലെയാണ് നിക്കാഹ് ഉള്ളത് കേട്ടോ. അപ്പോൾ പിറ്റേന്ന് രാവിലെ നിക്കാഹിൻ്റെ ടൈം ആകുമ്പോഴേക്കും അങ്ങോട്ട് എത്താൻ വേണ്ടി വേഗം നമ്മൾ പോവായിരുന്നു. ഓട്ടോയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടാണ് ഓട്ടോയിൽ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളും ചായ കുടിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊറാട്ടയും കോഴിപ്പാട്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ കല്യാണ വീട്ടിലും അങ്ങനെയാണ്, അതൊരു രസമാണല്ലേ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉസ്താദൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ദോർന്നിട്ടൊക്കെ വേണ്ടേ നമ്മൾ നിക്കാഹിന് ഇറങ്ങാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉസ്താദ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ തോർക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നിക്കാഹിനുള്ള ആൾക്കാരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. പെണ്ണിൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു നിക്കാഹ് ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു ബോധ്യം വന്നത്, മൈലാഞ്ചി ഇട്ടില്ലല്ലോ എന്ന്. രാത്രി പിന്നെ ഓഡിറ്റോറിയത്തേക്കൊക്കെ വന്നതിൻ്റെ പേരിൽ മൈലാഞ്ചി ഇടണമെന്നുള്ള ചിന്തയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മോനും ഉള്ളതിൻ്റെ പേരിൽ അങ്ങനത്തെ ചിന്തയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. അങ്ങനെ മൈലാഞ്ചി ഇട്ട് വല്ലാണ്ട് ചോന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ കളയേണ്ടി വന്നു. കാരണം മോന് ഉറങ്ങുമ്പോഴാണ് ഞാൻ ഇട്ടത്. മോന് പെട്ടെന്ന് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അളിയനായിരുന്നു നമ്മളെ വണ്ടിയിൽ കൊണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്ന ഓഡിറ്റോറിയത്തിൻ്റെ അങ്ങോട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാറിൽ പോവാണ്. കാറിൽ കുറച്ച് അങ്ങോട്ട് പോകാനുള്ളതുകൊണ്ട് തന്നെ കാറിൽ ഓരോ ട്രിപ്പ് ഇങ്ങനെ അടിക്കുക ചെയ്തത് കേട്ടോ, തലേന്ന് ചെയ്ത പോലെ തന്നെ. അങ്ങനെ നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഫുഡ് കഴിക്കുന്നിടത്ത് കുറച്ചൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഓരോ ട്രിപ്പ് അടിക്കുന്ന കാരണം നമ്മൾ കുറേ ട്രിപ്പ് അടിച്ചതിന് ശേഷം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ഒന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമുക്ക് ഈശാനും മക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാനും മുത്തച്ഛൻ്റെ മക്കളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ കാത്തിരുന്ന്. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ബിരിയാണി, നല്ല അച്ചാറും സലാഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ സ്റ്റേജിൽ മേലേക്ക് കയറി വന്നിരുന്നപ്പം പുയ്യാപ്പിളനെ മാറ്റി നിർത്തിയ ഒരു ഫ്രണ്ട്സുകൾ മാത്രം ഫോട്ടോ എടുക്കുന്നു ഗൈസ്. ചീറ്റിങ്. പിന്നെ നമ്മളെ മൂത്താപ്പാൻ്റെ ഫാമിലി അവരുടെ ഫോട്ടോ എടുക്കലായിരുന്നു. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നതൊക്കെ നോക്കിയും കണ്ട് ഞങ്ങളിങ്ങനെ കുത്തിയിരിക്കുകയായിരുന്നു കേട്ടോ. മുത്തച്ഛൻ്റെ മോളടുത്ത് ഞാനിങ്ങനെ സോറ പറഞ്ഞ് കുത്തിയിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ചെക്കൻ ഇറങ്ങുന്നത് വരെ ഇതും ഇങ്ങനെ നോക്കിയിരിക്കലാവും കേട്ടോ പണി. പിന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതിൻ്റെ ഇടയിലാണ് സെജിത്താത്ത വന്നിട്ട് വിളിച്ചത്, വായോ നമുക്കൊരു സ്ഥലം വരെ പോകാണ്ട്. ഇത് നമ്മളെ സെലിത്താത്ത കേട്ടോ. താത്തേനെ പൊതുവേ എന്നോട് ഈ വീഡിയോ എടുക്കണില്ലേ, വീഡിയോ എടുക്കുന്ന പറയുന്ന ആൾ കേട്ടോ. മുല്ലപ്പൂവ് ഞങ്ങൾക്ക് കുത്താനൊക്കെ വാങ്ങിച്ച പെണ്ണിന് മുല്ലപ്പൂ ഉണ്ടാ? പെണ്ണിനുണ്ടോ മുല്ലപ്പൂവ്? മുല്ലപ്പൂവ് പാത്ത് വെച്ചിക്കണം. സമയം എത്രയെന്ന് അറിയാം, വൈകുന്നേരം. ഡ്രസ്സ് എപ്പോഴാ മാറ്റണേ? അതെന്തിയെ? അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് മാറ്റിക്കൂടെ? മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു ഡ്രസ്സിന് മാറ്റാനാ പണി. മുല്ലപ്പൂ കൊടുത്തിട്ടില്ല, വീട്ടിൽ വെച്ച്. മുല്ലപ്പൂ കൊടുന്നിട്ടില്ല ഗൈസ്, വീട്ടിലാണ് സംഭവം എന്നാ തോന്നുന്നത്. വണ്ടി ലോക്കല്ലടോ, മുല്ലപ്പൂ മിസ്സിങ്. ഈ ഡ്രസ്സ് ഇട്ടപ്പോ എനിക്ക് എന്ത് പൂതി ഉണ്ടായിരുന്നു അറിയാം മുല്ലപ്പൂ ഇട്ടാന്. മുല്ലപ്പൂ മിസ്സിങ്. വരുന്നു വീഡിയോ എടുക്കണില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്ന ആളതാ പോവാണെന്ന് പറയുന്നുണ്ട്. ആൾക്ക് എന്തോ നേരത്തെ പോണാലോ, അപ്പോൾ പോവാണ്. ടാറ്റ ബൈ ബൈ പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. പുറമത്തെ പൂവ് കണ്ടപ്പോൾ തുടങ്ങിയേക്കണ ഷിയമോൾക്ക് പൂ പറിക്കണം. ചെക്കൻ പോയിട്ടും കൂടില്ല. പറ്റൂല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോളിൽ വന്നിങ്ങനെ ഇരിക്കാണ്ട്. അപ്പോൾ ഫസിൽത്താത്ത, സയ്യിർക്കാക്ക, മൂത്താപ്പ എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ കിസ്സ പറഞ്ഞിരിക്കുമ്പോൾ ഇത് ഞാൻ കണ്ടത്. നോക്കിയാൽ ക്ലോക്ക് നല്ല രസമില്ലേ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. അപ്പോൾ അതും നോക്കിയിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ പുയ്യാപ്പിള ചെക്കൻ ടാറ്റൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് കൈസ്. അങ്ങനെ പുയ്യാപ്പിള ഇറങ്ങുകയാണ്, പെണ്ണിനെ വിളിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഒക്കെ പറഞ്ഞ എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ അതൊരു രസമുള്ള പരിപാടിയാണല്ലോ.
എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇഷ്ടം എന്ന് വെച്ചാൽ എന്തോ വല്ലാത്തൊരു ഫീലിങ്സാണത്. കാരണം ഒരു ചെക്കന് കല്യാണത്തിന് വേണ്ടി ഇറങ്ങി പോകാന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ഒട്ടുമിക്ക എല്ലാവർക്കും അങ്ങനെ തന്നെ ആവുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്ന് വെച്ചാൽ ഒരു ചെക്കനെ ഇറങ്ങി പോകുമ്പോൾ അവൻ്റെ ഒരു പുതിയ ജീവിതമാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ഒരു ലൈഫല്ലല്ലോ പിന്നെ അങ്ങോട്ട്. അപ്പോൾ അവിടെ എന്തോ ഒരു വല്ലാത്തൊരു ഫീലിങ്സാണ് എനിക്ക് വരട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടവും ഫീലിങ്സൊക്കെ തോന്നുന്ന ഒരു രംഗമാണ് പെൺകുട്ടീൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മനോടും ഉപ്പനോടും വീട്ടുകാരോടും യാത്ര പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ആ ഒരു രംഗം എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഒരു ഫീലിങ്സാണ് കേട്ടോ. അതിൻ്റെ കല്യാണം കഴിയുന്നതിന് മുന്നേ അങ്ങനെയാണ്, കഴിഞ്ഞതിന് ശേഷം അത് തന്നെയാണ് കേട്ടോ അവസ്ഥ. അത് ഏതൊരു കല്യാണത്തിന് പോയാലും അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനതിങ്ങനെ നോക്കിയിരിക്കും, എന്താവും ആ കുട്ടീൻ്റെ ഇപ്പോഴത്തെ മനസ്സിൽ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കലാണ് എൻ്റെ പരിപാടി കേട്ടോ. അങ്ങനെ അതൊക്കെ ആലോചനയും കാര്യങ്ങളും ചിന്താഗതികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറിയിരുന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടി കയറിയിരുന്നപ്പോൾ മക്കളാണ്, ഞാൻ പിന്നെ തള്ളം വായിക്കണമല്ലോ, പിന്നെ എൻ്റെ കൂടെ ഇരിക്കുന്നത് മക്കളാണ്. അപ്പോൾ അവർ നല്ല ഡാൻസും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. പാട്ടൊന്നും ഞാൻ ഇടണില്ല, തൽക്കാലങ്ങൾ എൻ്റെ സംസാരം കേട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. പാട്ടിട്ടാൽ എനിക്ക് കോപ്പിറൈറ്റ് വരും, അതുകൊണ്ട് അത് ശരിയാവില്ല. അപ്പോൾ എൻ്റെ സംസാരം കേട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഓക്കെ. അപ്പോൾ നല്ല കളിയിലായിരുന്നു കേട്ടോ. മാലിക്കാന്നുണ്ടെങ്കിൽ ഇവരെന്താ ഈ കാട്ടിക്കൂട്ടണത് എന്ന് ആലോചിച്ചിട്ട് പിടുത്തം കിട്ടാതെ എല്ലാവരും മുഖത്തേക്കും നോക്കിയിരിക്കുന്നു. ഇവരാണെന്നുണ്ടെങ്കിൽ ന്യൂജൻ റോട്ടമ്മ കൂടി പോണവർക്കൊക്കെ ടാറ്റ കൊടുക്കായിരുന്നു. എൻ്റെ പൊന്നോ, ഇറ്റിങ്ങളെ കൂടെ ഇരുന്ന് കുടുങ്ങിയെന്നായിപ്പോയി. എന്നാലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മാലിക്കൊന്ന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പുറത്തേക്ക് പോയി അവിടെ തലയിട്ട് കാട്ടണം നോക്കിയാൽ തലയിട്ടിട്ട് ഇങ്ങനെ നല്ല കളിക്കും. അതായത് തലയിട്ടിട്ട് ഇങ്ങനെ നല്ല കുത്തി കളിക്കും മൂപ്പരിട്ട്. അതാണ് മൂപ്പരാളെ കളി. കാരണം എന്താ വെച്ചാൽ നല്ല പാട്ട് കേൾക്കുന്നുണ്ടല്ലോ, അപ്പോൾ തലയിട്ട് ഇങ്ങനെ ഇളക്കുന്നുണ്ടായിരുന്ന ആൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മൂപ്പര് നിർത്തും. അതാണ് മൂപ്പരാളെ സ്വഭാവം. മൂപ്പരൊന്നും വീഡിയോ എടുക്കാൻ സമ്മതിക്കൂല. ഞാനല്ല ആൾ, ഞാൻ എങ്ങനെയെങ്കിലും എടുക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഷെയ്ക്ക് മോളൊക്കെ ഉണ്ടായിരുന്നു ബാക്കിൽ. അവൾക്ക് ബാക്കിക്ക് വരണം എന്ന് പറഞ്ഞാൽ അവൾ വാശി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ കളിച്ച് എൻജോയ് ഒക്കെ ചെയ്ത് പോയി. നമ്മൾ അവിടെ എത്തിയപ്പോൾ അവിടെ അങ്ങനെ ഇറങ്ങി. ഒരു എന്താ പറയുക, കുറച്ചൊരു കുന്ന് പ്രദേശമായിരുന്നു കേട്ടോ. അത് അങ്ങനെ കുന്ന് പ്രദേശം എന്ന് തോന്നില്ല, എന്നാലും ഇപ്പുറത്തും നോക്കുമ്പോൾ അങ്ങനെ ഒരു ഫീൽ ഇല്ലാതില്ല. ഷെയ്ക്കുമ്പോൾ നോക്കിയാൽ ലിപ്സ്റ്റിക്കൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി. ഇനി സ്റ്റേജിലേക്ക് കയറി പോകണം. സ്റ്റേജിലേക്ക് കയറി പോകുമ്പോൾ ഞാൻ കണ്ടൊരു ദൃശ്യമായിരുന്നു ഗൈസ് ഇത്. ഞങ്ങളെ തന്നെ കാണുന്നു. പിന്നെ ഒന്നും നോക്കില്ല. അവിടുന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും തൽക്കാലം ഞാൻ ഇവിടെ ഇടണില്ല. പിന്നുള്ളൊരു കാര്യം, നമ്മളിവിടെ വന്ന് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെക്കൻ കാറിൽ നിന്ന് ഇറങ്ങാണ്ട് നമുക്കുള്ളിൽ കയറാൻ പറ്റൂല. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അതൊരു ചൊറ പിടിച്ച പരിപാടി കേട്ടോ. നമുക്ക് കയറി ചായയൊക്കെ കുടിച്ച് കുത്തിയിരുന്നൂടെ ആ സമയം കൊണ്ട്, അങ്ങനല്ലേ വേണ്ടത്. അപ്പോൾ നമ്മൾ ചെക്കൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത്. ഇനിയിപ്പോൾ ചെക്കൻ വന്നാലും പോരാ, ചെക്കനെ ഫോട്ടോസ് എടുക്കണം, അതുവരെ വെയിറ്റ് ചെയ്യണം. അപ്പം ഞങ്ങൾ അതൊക്കെ നോക്കി, ഏതായാലും എനിക്ക് വീഡിയോയും കിട്ടുമല്ലോ. അങ്ങനെ നമ്മളതൊക്കെ നോക്കി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാക്കാനെടുത്ത് അങ്ങനെ അവരെല്ലാവരും വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെ എല്ലാവരും വന്ന് ലാസ്റ്റ് നമ്മൾ ഉള്ളിൽ കയറി പോയിരുന്ന് പിന്നെ അവിടെ ഇനി കുറച്ച് നേരം കാത്തിരിക്കാണ്ട്. കാരണം പെണ്ണിൻ്റെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നെറ്റ് വെക്കുക, അങ്ങനത്തെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവും. ഡ്രസ്സൊക്കെ തലേന്ന് കൊണ്ടുവന്ന് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫൈനലി നമ്മളെ പെണ്ണ് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ പുയ്യണ്ണ് വന്നിട്ട് ഇതാണ് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളെ പുയ്യണ്ണ്. അപ്പോൾ അത് പുയ്യണ്ണൊക്കെ വന്ന് പിന്നെ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് അറഞ്ച ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് പുയ്യണ്ണിൻ്റെ അനിയത്തിയും ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ട് മറ്റേ നിക്കാഹ്നാമ അങ്ങനെ എന്തോ പറയുമല്ലോ ആ സാധനമായിട്ട് വന്നത്. പിന്നെ അവർക്ക് കുറച്ച് ഫോട്ടോസ് എടുത്ത് കൊടുക്കുക, അതിൽ സൈൻ ചെയ്യുക, അതൊക്കെ ആയിരുന്നു പരിപാടി. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന് എന്താ പറയുക, ഇതിപ്പോൾ ഇറങ്ങിയൊരു സംഭവമാണല്ലോ ഈ നിക്കാഹ്നാമ എന്ന് പറയുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നതായിരുന്നു. അപ്പോൾ അവിടെ പൊറാട്ട, കുബൂസ്, ചിക്കൻ കറി, ബീഫ് വരട്ടിയത്, നല്ല ഉഷാറ് പാൽ ചായ, ഹൈവ. ഷെയ്ക്കമോളും ഫസീൽദാത്തൊക്കെ ഞങ്ങളെ കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഷിയമോളോട് ഇങ്ങനെ പറയാണ്, ഷിയമോളും നല്ല അടിച്ച് മിന്നി തിന്നുന്നുണ്ട് ഗൈസ് എന്നൊക്കെയാണ് ഞാൻ വോയിസിൽ പറഞ്ഞിരുന്നത്. പക്ഷെ ഭയങ്കര സൗണ്ടായ കാരണം ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറയും ഞാനൊന്ന് തിന്നട്ടെ, ഞാൻ തിന്നണതും വേണ്ട വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ഞാൻ പറഞ്ഞ ആ സമയമായി ഗൈസ്. പുതുപ്പെണ്ണ് ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന് എല്ലാവരോടും
യാത്ര പറഞ്ഞ് അവളുടെ പുതിയൊരു ലൈഫിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ടൈമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണിത്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ നിൽക്കുന്നതവിടെ. ഞാൻ എൻ്റെ കല്യാണം കഴിയുന്നതിന് മുന്നേ അങ്ങനെയാണ്, കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ തന്നെ. ഇത് ഇറങ്ങുന്നത് കാണാൻ എനിക്ക് സമാധാനം കിട്ടൂല. കാരണം എന്തോ ഞാനതെങ്ങനെ എനിക്ക് മാത്രമാണോ അങ്ങനെയെന്ന് എനിക്കറിയില്ല. എനിക്കതിങ്ങനെ നോക്കിയിട്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കും. പാവം കുട്ടിയല്ലേ, നന്നായാൽ മതിയായിരുന്നു, നല്ല ലൈഫായാൽ മതിയായിരുന്നു എന്നൊക്കെ ഞാൻ അങ്ങനെ കുറേ ഇരുന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോരേട്ടാ. അപ്പോൾ ഇത് എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട്. സൗദലൈമൻ ടീമും എല്ലാവരും വന്ന് നമ്മളെല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട്. അങ്ങനെ വണ്ടി കയറിയിരുന്ന് നമ്മൾ തിരിച്ച് പോരുമ്പോൾ പിന്നെ പാട്ടും ഡാൻസൊന്നും അധികം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആൻഡ് കാം ആൻഡ് കൂളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതേ തിരിച്ച് പോരുകയാണ്. ഇനി നേരെ നമുക്ക് പോകാനുള്ളത് നമ്മൾ വന്ന ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്, വീട്ടിലേക്കല്ല. ഓഡിറ്റോറിയത്തിൽ പോയി ഇനി അവിടെ പെണ്ണിൻ്റെ ആൾക്കാർ വരും, അവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ കൊടുക്കുക. അതൊക്കെ നമ്മൾ കാര്യമായിട്ട് പോയിട്ടൊന്നുമില്ല കേട്ടോ. അതൊക്കെ അവരെ പാടായി. ആരായി? ആണുങ്ങളെ പാടായി. അപ്പോൾ അവിടെ വെള്ളം കലക്കിയത് വെക്കുന്നുണ്ടായിരുന്നു വരുന്നവർക്ക് കുടിക്കാൻ. അപ്പോൾ ഒപ്പിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു തരി പോയി കുടിച്ച്. പിന്നെ ഷിയമോൾ കുറേ നേരമായിട്ട് പറയല്ലേ ആ റോസ് പൂ തരുമോ എന്ന് ചോദിക്കല്ലേ. അപ്പോൾ ഏതായാലും ചെക്കനൊക്കെ പോയി വന്നല്ലോ. അപ്പോൾ റോസ് പൂവൊക്കെ അവൾക്കും ഞാൻ എടുത്ത് കൊടുത്തിട്ടാ. പിന്നെ ചെക്കനും പെണ്ണിനും വരവേൽക്കാൻ വേണ്ടിയിട്ട് കുട്ടിപ്പട്ടാളംസിനെ ഇങ്ങനെ ഏർപ്പാടാക്കി നിർത്തിയിരിക്കായിരുന്നു. അപ്പോൾ അതേ ഒരാളെ കയ്യിൽ കൊടുത്ത പൂവൊക്കെ പിച്ചിനുള്ളി താഴ്ത്തിട്ടിരിക്കണ ആള് ആ മുഖത്തേക്കൊന്ന് നോക്കി, ആ മുഖം കണ്ടാൽ പറയോ അത് ആളിൻ്റെ പിച്ചിനുള്ളി ഇട്ടതാ. ഈ രണ്ട് കുട്ടികളുടെ കുട്ടികളാണ് ആ കുട്ടികൾ. അപ്പോൾ അതേ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ സായിത്താത്തൊക്കെ കഴിഞ്ഞ് അവസാനം വന്നത് ക്യാമറമാനെ എൻ്റെ കുട്ടിനെ ഒന്ന് ഫോട്ടോ എടുക്കുമെന്നും പറഞ്ഞ് വന്നിക്കേണ്ട ആളെ. അപ്പോഴാണ് സജിത്താത്ത പറഞ്ഞത് എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ടാണ്. എൻ്റെ കഴുതരാഗം ആയതുകൊണ്ട് പിന്നെ ഞാൻ ആ വോയിസൊക്കെ ഒഴിവാക്കിയതാണ്. അങ്ങനെ ഇത് കൂടി ഇറങ്ങും, ഇപ്പോൾ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് ഇരിക്കണ എനിക്കിതാ നല്ലൊരു പണി കിട്ടിയിട്ടാണ്. അത് കൂടി ഇറങ്ങി വന്നിക്കണം അവർ എന്താ ചെയ്യുക. പിന്നെ ഞങ്ങൾ താഴത്തെ കുട്ടി പിച്ചി പറിച്ചിട്ട ആ പൂക്കളില്ലേ അതൊക്കെ എടുത്തിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കാകാനം മേത്തേക്ക് ഇങ്ങനെ വിതറി കൊടുത്തിട്ട് അതെന്തായാലും നല്ല രസമുണ്ടായിരുന്നു, നല്ല ഹൈലൈറ്റ് ആയി കാണാൻ. അങ്ങനെ പിന്നെ ആ ഒരു ഫ്ലവറൊക്കെ വാങ്ങി എല്ലാവരും, ചില മക്കൾ കൊടുക്കാത്തവരൊക്കെ ഉണ്ട് കേട്ടോ, അത് പിന്നെ വേറൊരു കഥ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവർ കയറി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേഗം ഉള്ളിക്കൂടിയൊക്കെ ഇടയിൽ കൂടിയൊക്കെ കയറി മേലെ കയറിപ്പോയി അവിടെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ. പക്ഷെ അതൊക്കെ കത്താനും പൊട്ടാനും കുറച്ച് ലേറ്റായിട്ടാണ്. വിചാരിച്ച ടൈമിലൊന്നും കത്തിയൊന്നും ചെയ്തില്ല. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് പെണ്ണ് കുറച്ചൊന്ന് ഷോക്ക് ആയിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിക്കാത്ത ടൈമിലാണ് അത് പൊട്ടിപ്പോയത് കേട്ടോ. ആദ്യം നടക്കുമ്പോൾ കത്തലാണെന്നുണ്ടെങ്കിൽ ഇത് കറങ്ങുമ്പോൾ കത്തലാണ്. പക്ഷെ ഒരാൾ ചീറ്റ് ചെയ്ത് കേട്ടോ, ഒന്നേ കത്തിയുള്ളൂ, ഇപ്പുറത്തെ സൈഡിൽ വെച്ച് കത്തിയില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ആയിരുന്നു കേട്ടോ. ആദ്യം വീഡിയോ കണ്ടാൽ ഞാൻ ഞെട്ടിപ്പോയിരുന്നു കേട്ടോ, അതെന്താ കറുത്ത ഫാമിലി ആണോ എന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് അവിടെ നിന്ന് വീഡിയോ എടുത്ത സ്ഥലം നല്ലതല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കറുത്തത്, അല്ലാതെ ഞങ്ങളൊന്നും കറുത്തിട്ടല്ല കേട്ടോ. പിന്നത്തെ എല്ലാവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കായിരുന്നു ഞങ്ങളും. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും.